ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വെറൈറ്റി ഹൽവ ഉണ്ടാക്കാം. പപ്പായയും കൂവപ്പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഈ ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നല്ല ഹെൽത്തിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് നന്നായി പഴുത്ത പപ്പായ മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് വരട്ടണം. അതായത് പപ്പായയുടെ പച്ചമണം മാറിയിട്ട് ഒരു അലുവ പോലെ ഇങ്ങനെ അതിൻ്റെ ഒരു ഫ്ലേവർ വരും. നമുക്കതിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം. പപ്പായ മണം മാറിയിട്ട് നെയ്യും പപ്പായയും കൂടി ചേർന്നിട്ട് നല്ലൊരു മണം വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം അത് പപ്പായ ശരിയാവണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ ഹൽവ നല്ല രുചിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അത് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൂവപ്പൊടീനെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കൂവപ്പൊടി 1 കപ്പ് കൂവപ്പൊടി എടുക്കുക. 1 കപ്പ് കൂവപ്പൊടിക്ക് നമ്മൾ 2 കപ്പ് തേങ്ങാപ്പാലാട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് കറക്റ്റ് അളവാണ്. 2 കപ്പ് തേങ്ങാപ്പാൽ. അതിൽ കൂടരുത്. കൂടി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വരട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബാക്കി വെള്ളത്തിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയായാലും പപ്പായയിലുണ്ട്. അപ്പോൾ അത് മതി. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ്. പിന്നെ വെള്ളമൊന്നും ചേർക്കരുത്, തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് നമ്മൾ ഈ കൂവപ്പൊടിയിൽ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ കൂവപ്പൊടി തേങ്ങാപ്പാലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര നീര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ടെൻഷൻ വേണ്ട. അല്ലെങ്കിൽ പറഞ്ഞാൽ നല്ല കട്ടിയിലാണല്ലോ നമ്മുടെ ഈ ശർക്കര നീരിയിരിക്കുന്ന ജാഗറി സിറപ്പ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിത് മിക്സ് ആക്കാണ്ട് ഒഴിച്ചാൽ പിന്നീട് നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാനിവിടെ അച്ചാണ് എടുത്തിരിക്കുന്നത്. 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഉരുക്കിയതാണ്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പപ്പായയിലും കുറച്ച് മധുരമൊക്കെ ഉണ്ട്. എന്നാലും ഹലുവ എന്ന് പറയുമ്പോൾ കുറച്ച് മധുരം മുമ്പിട്ട് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർക്കാം. അതാണ് ടേസ്റ്റ് നന്നായിരിക്കും ആ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ പപ്പായ ഒരുവിധം ഇങ്ങനെ വഴന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പഴുത്ത പപ്പായയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതല്ലാണ്ട് നെയ്യോടൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ കൂവപ്പൊടി കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഈ പപ്പായയായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. മൊത്തം കൂവപ്പൊടി കൂട്ടും ഒരുമിച്ച് ഒഴിക്കരുത്. മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഇളക്കി കുറുക്കി ഹലുവ പാകത്തിലെടുക്കുക. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇനി നെയ്യ് കുറവ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതിനിടയിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചേർക്കണം എന്നൊന്നുമില്ല, വേണ്ടവർക്ക് ചേർക്കാം. അത് കൈയെടുക്കാതെ തന്നെ ഇളക്കണം. കാരണം കൂവപ്പൊടി പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹൽവ ശരിയാവില്ല. പിന്നെ ഇളക്കി നന്നായിട്ട് നമ്മുടെ കൂവപ്പൊടി കുറുകി ഹലുവ പാകത്തിലാവണ വരെ നമ്മൾ ഇളക്കണം. ഒന്നിങ്ങനെ പാകമായി വരുമ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ നിറച്ചും അതിനൊപ്പം കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മതി, കൂടുതൽ വേണ്ട. കാരണം നമ്മൾ ശർക്കര നീര് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് നമുക്ക് ശർക്കര വേണ്ടാന്നുള്ളവർക്ക് മൊത്തം പഞ്ചസാരയിൽ ചെയ്യാം കേട്ടോ. ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അത് തന്നെ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തിട്ടും നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ഒരേ കട്ടകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അതാണ് പാകമാവണ ലക്ഷണം. ആ സമയത്ത് പിന്നെ നമ്മളത് മാറി നിൽക്കാനേ പാടില്ല. നമ്മൾ ഇളക്കി കുറുക്കി വശങ്ങളിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരുന്ന പാകത്തിൽ കുറുക്കിയെടുക്കണം. പക്ഷെ സാധാരണ നമ്മൾ അരി ഹലുവ ഗോതമ്പ് ഹലുവയൊക്കെ ഉണ്ടാക്കണേക്കാൾ ഈസി ആയിട്ട് കൂവപ്പൊടി പെട്ടെന്ന് കുറുകി വരും, പെട്ടെന്ന് ഹലുവ പാകത്തിലാവും. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാലും പപ്പായൊക്കെ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഇത് കുറുകി വരിക. അപ്പോൾ അതുകൊണ്ടാണ് അത്രയ്ക്ക് ഇങ്ങനെ നമുക്ക് തോന്നാത്തത്. ഇപ്പോൾ നമ്മുടെ ഹലുവ പാകമായിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം നമുക്കിത് പീസാക്കി മുറിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്നിങ്ങനെ തണുക്കുമ്പോൾ നമുക്ക് ഇത് ശരിക്ക് പീസാക്കി മുറിക്കാൻ പറ്റും.
പിന്നെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഈ ഹലുവയുടെ ഒപ്പം ഈ കാഷ്നട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതായത് പിസ്തയോ ബദാമോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഇത് ഹലുവയിൽ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ചേർത്താണ്. നമ്മൾ നെയ്യിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. ആ നെയ്യും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹലുവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പപ്പായ പോലെ തന്നെ നമുക്ക് പൈനാപ്പിളും ചെയ്യട്ടോ. പൈനാപ്പിൾ ശരിക്കും നന്നായി വരട്ടിയെടുക്കണം. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ അരച്ചിട്ട് ഒന്നിങ്ങനെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ പിണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ടാട്ടോ. മറ്റേ നമ്മൾ കഴിക്കാൻ പറ്റാത്തുണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം. പൈനാപ്പിൾ കൂടുതൽ നല്ലത്. പൈനാപ്പിൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും